സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പിഗ്മെന്റേഷൻ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ടോപ്പിക്. സോ ബേസിക്കലി നമ്മൾക്ക് പിഗ്മെന്റേഷൻ കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിന്തിച്ച് നോക്കുമ്പോൾ, ഒന്ന്, നമ്മൾക്ക് വെയിറ്റ് ഗെയിൻ വരുമ്പോൾ പിഗ്മെന്റേഷൻ കൂടാം. ടാൻ ആവുമ്പോൾ ഓൾറെഡി പിഗ്മെന്റേഷൻ ഉള്ള ഏരിയാസ് കുറച്ചും കൂടെ കൂടുതൽ പിഗ്മെന്റഡ് ആവും, അല്ലെ? അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, എൻഷുർ ദാറ്റ് യു അപ്ലൈ സൺസ്ക്രീൻ 30 minutes ബിഫോർ സ്റ്റെപ്പിംഗ് ഔട്ട് ഇൻ ദ സൺ. ഈവൻ വൈൽ യു ആർ ഇൻഡോർ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് കുളിക്കുമ്പോൾ നമ്മളുടെ ഒരു ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്താ? നല്ലപോലെ ഉരച്ച് കുളിക്കുക, അല്ലെ? ആ ഉരച്ച് കുളിക്കുമ്പോൾ എന്താ, ഫ്രിക്ഷൻ കാരണമുള്ള പിഗ്മെന്റേഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഓൾറെഡി നമ്മളൊക്കെ പിഗ്മെന്റഡ് ആണ്, അവിടെ ഇവിടെയൊക്കെ നമ്മൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ട് എല്ലാവർക്കും. സോ ഈ ഉരച്ച് കുളിക്കുമ്പം എഗൈൻ ആ എക്സിസ്റ്റിംഗ് പിഗ്മെന്റേഷൻ ഒന്നും കൂടെ കൂടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. വേറൊരു കാര്യം, അധികം സ്റ്റീം ചെയ്യാതിരിക്കുക. ഞാൻ മുന്നേയും റീൽസിൽ പറഞ്ഞിട്ടുണ്ട്, ബട്ട് ദെൻ എഗൈൻ അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നൗ കമ്മിങ് ടു യുവർ സ്കിൻ കെയർ റൂട്ടീൻ ടു ടാർഗറ്റ് യുവർ പിഗ്മെന്റേഷൻ. So face wash containing mild skin lightening agents like glutathione, vitamin C, glycolic acid or even salicylic acid or lactic acid. അങ്ങനത്തെ യൂസ് ചെയ്യുക. നൈറ്റ് ടൈമിലാണെങ്കിൽ you need to use a certain pigment reducing ingredients, അതായത് glycolic acid or lactic acid or azelaic acid or niacinamide, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുക. സോ നിങ്ങളുടെ സ്കിന്നിലെ പിഗ്മെന്റേഷന്റെ തിക്നെസ്സും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനും അനുസരിച്ചിട്ടായിരിക്കും അഗൈൻ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്.